ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ ഇന്ന് എങ്ങനെയുണ്ട്? ഹൗ ആർ യു ടുഡേ? നിങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യു. ഇന്ന്, ടുഡേ. എങ്ങനെ, ഹൗ ആർ യു ടുഡേ? നിങ്ങൾ ഇന്ന് എങ്ങനെയുണ്ട്? ദയവായി നിങ്ങൾ ഇതിൽ എന്നെ സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്? സഹായിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്? ദയവായി നിങ്ങൾ ഇതിൽ എന്നെ സഹായിക്കാമോ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ നീഡ് സം വാട്ടർ. കുറച്ച് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സം. വെള്ളം, വാട്ടർ. വേണം, നീഡ്. ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇപ്പോൾ സമയം എത്രയായി? വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ? ഇപ്പോൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നൗ. സമയം, ടൈം. വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ? ഇപ്പോൾ സമയം എത്രയായി? ദയവായി എന്നെ പിന്നീട് വിളിക്കൂ. പ്ലീസ് കോൾ മീ ബാക്ക് ലേറ്റർ. ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. പിന്നീട്, ലേറ്റർ. വിളിക്കുക, കോൾ. പ്ലീസ് കോൾ മീ ബാക്ക് ലേറ്റർ. ദയവായി എന്നെ പിന്നീട് വിളിക്കൂ. ഏറ്റവും അടുത്തുള്ള ആശുപത്രി എവിടെയാണ്? വേർ ഇസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ? ഏറ്റവും അടുത്തുള്ള, നിയറസ്റ്റ്. ആശുപത്രി, ഹോസ്പിറ്റൽ. എവിടെ, വേർ. വേർ ഇസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ? ഏറ്റവും അടുത്തുള്ള ആശുപത്രി എവിടെയാണ്? ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ഐ വിൽ ബി ദെയർ ഇൻ 10 minutes. 10 മിനിറ്റിനുള്ളിൽ, ഇൻ 10 minutes. അവിടെ, ദെയർ. ഐ വിൽ ബി ദെയർ ഇൻ 10 minutes. ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ദയവായി അത് വീണ്ടും പറയാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ദയവായി, പ്ലീസ്. വീണ്ടും പറയുക, റിപ്പീറ്റ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ദയവായി അത് വീണ്ടും പറയാമോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. എന്താണ്, വാട്ട്. ഉദ്ദേശിക്കുക, മീൻ. മനസ്സിലാകുക, അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലീവ്? എവിടെ, വെയർ. താമസിക്കുക, ലിവ്. വേർ ഡു യു ലീവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ എൻ്റെ താക്കോൽ വീട്ടിൽ മറന്നുപോയി. ഐ ഫോർഗോട്ട് മൈ കീസ് അറ്റ് ഹോം. താക്കോൽ എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് കീ. വീട്, ഹോം. മറന്നു പോകുക, ഫോർഗെറ്റ്. മറന്നുപോയി, ഫോർഗോട്ട്. ഐ ഫോർഗോട്ട് മൈ കീസ് അറ്റ് ഹോം. ഞാൻ എൻ്റെ താക്കോൽ വീട്ടിൽ മറന്നുപോയി. ദയവായി ലൈറ്റുകൾ ഓഫ് ചെയ്യാമോ? കുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്? ദയവായി, പ്ലീസ്. ഓഫ് ചെയ്യുക, ടേൺ ഓഫ്. കുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്? ദയവായി ലൈറ്റുകൾ ഓഫ് ചെയ്യാമോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഏറ്റവും ഇഷ്ടപ്പെട്ട, ഫേവറേറ്റ്. ഭക്ഷണം, ഫുഡ്. ഏത്, വാട്ട്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഇന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു. ഐ ആം ഫീലിംഗ് ടയേർഡ് ടുഡേ. ഇന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടുഡേ. ക്ഷീണം, ടയേർഡ്. തോന്നുക, ഫീൽ. ഐ ആം ഫീലിംഗ് ടയേർഡ് ടുഡേ. ഇന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു. നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാക്ക്. പോകുക, ഗോ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് നടക്കാൻ പോകാം. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. കുറച്ച് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സം. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറി. വാങ്ങുക, ബൈ. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. ദയവായി മിണ്ടാതിരിക്കുക. പ്ലീസ് ബി ക്വയറ്റ്. ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. മിണ്ടാതിരിക്കുക, ബി ക്വയറ്റ്. പ്ലീസ് ബി ക്വയറ്റ്. ദയവായി മിണ്ടാതിരിക്കുക. നീ ഇന്നലെ എവിടെ പോയി? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ഇന്നലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യെസ്റ്റർഡേ. എവിടെ, വെയർ. പോകുക, ഗോ. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ പോയി? വൈകുന്നേരം 3 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 3 PM. ഉണ്ട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹാവ്.
ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 3 PM. വൈകുന്നേരം 3 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ദയവായി നിങ്ങൾ ജനൽ തുറക്കാമോ? ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. ജനൽ, വിൻഡോ. തുറക്കുക, ഓപ്പൺ. ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? ദയവായി നിങ്ങൾ ജനൽ തുറക്കാമോ? നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദിസ് മൂവി? നിങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് യു. സിനിമ, മൂവി. ഇഷ്ടമാകുക, ലൈക്ക്. ഡു യു ലൈക്ക് ദിസ് മൂവി? നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണോ? ഞാൻ വൈകുന്നേരം നിങ്ങളെ വിളിക്കാം. ഐ വിൽ കോൾ യു ഇൻ ദ ഈവനിങ്. വൈകുന്നേരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഈവനിങ്. വിളിക്കുക, കോൾ. ഐ വിൽ കോൾ യു ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം നിങ്ങളെ വിളിക്കാം. ഇതാദ്യമായാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ആദ്യമായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫസ്റ്റ് ടൈം. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഇതാദ്യമായാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ദയവായി ഉപ്പ് തരാമോ? കുഡ് യു പ്ലീസ് പാസ് ദ സോൾട്ട്? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. ഉപ്പ്, സോൾട്ട്. തരിക, പാസ്. കുഡ് യു പ്ലീസ് പാസ് ദ സോൾട്ട്? ദയവായി ഉപ്പ് തരാമോ? എനിക്ക് ഈ ജോലി നാളേക്ക് പൂർത്തിയാക്കണം. ഐ നീഡ് ടു ഫിനിഷ് ദിസ് വർക്ക് ബൈ ടുമോറോ. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. ഈ ജോലി, ദിസ് വർക്ക്. നാളെ, ടുമോറോ. പൂർത്തിയാക്കുക, ഫിനിഷ്. ഐ നീഡ് ടു ഫിനിഷ് ദിസ് വർക്ക് ബൈ ടുമോറോ. എനിക്ക് ഈ ജോലി നാളേക്ക് പൂർത്തിയാക്കണം. എൻ്റെ ഇംഗ്ലീഷ് ഗൃഹപാഠം ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ഹോംവർക്ക്? ഗൃഹപാഠം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോംവർക്ക്. സഹായിക്കുക, ഹെൽപ്പ്. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ഹോംവർക്ക്? എൻ്റെ ഇംഗ്ലീഷ് ഗൃഹപാഠം ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? അവൾ 3 ഭാഷകൾ നന്നായി സംസാരിക്കും. ഷീ സ്പീക്സ് 3 languages fluently. 3 ഭാഷകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് 3 languages. ഭാഷകൾ, ലാംഗ്വേജസ്. നന്നായി, ഫ്ലുവൻലി. സംസാരിക്കുക, സ്പീക്ക്. ഷീ സ്പീക്സ് 3 languages fluently. അവൾ 3 ഭാഷകൾ നന്നായി സംസാരിക്കും. ജോലിക്കായി അവനൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങണം. ഹീ നീഡ്സ് ടു ബൈ എ ന്യൂ ലാപ്ടോപ്പ് ഫോർ വർക്ക്. ജോലിക്കായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫോർ വർക്ക്. ജോലി, വർക്ക്. പുതിയ, ന്യൂ. വാങ്ങുക, ബൈ. ഹീ നീഡ്സ് ടു ബൈ എ ന്യൂ ലാപ്ടോപ്പ് ഫോർ വർക്ക്. ജോലിക്കായി അവനൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങണം. അടുത്ത മാസം അവർ വീട് പുതുക്കി പണിയുകയാണ്. ദേ ആർ റിനോവേറ്റിംഗ് ദെയർ ഹൗസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നെക്സ്റ്റ് മന്ത്. വീട്, ഹൗസ്. പുതുക്കി പണിയുക, റെനോവേറ്റ്. ദേ ആർ റെനോവേറ്റിംഗ് ദെയർ ഹൗസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവർ വീട് പുതുക്കി പണിയുകയാണ്. അതിഥികൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീട് വൃത്തിയാക്കേണ്ടതുണ്ട്. വി നീഡ് ടു ക്ലീൻ ദ ഹൗസ് ബിഫോർ ഗസ്റ്റ് അറൈവ്. അതിഥികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗസ്റ്റ്. വരുന്നതിന് മുമ്പ്, ബിഫോർ അറൈവ്. ഞങ്ങൾ, വി. വീട്, ഹൗസ്. വൃത്തിയാക്കുക, ക്ലീൻ. വി നീഡ് ടു ക്ലീൻ ദ ഹൗസ് ബിഫോർ ഗസ്റ്റ് അറൈവ്. അതിഥികൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീട് വൃത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.